ഡിയർ ഓൾ, ഈ സെഗ്മെൻറ്റിൽ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു തിയറം കോഷീസ് തിയറം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോഷീസ് തിയറം ആക്ച്വലി കോംപ്ലക്സ് അനാലിസിസിൻ്റെ അഥവാ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ തിയറിയുടെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. ആദ്യം നമുക്ക് കോഷീസ് തിയറം ഡിസ്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് പരിചയപ്പെടാം. അവർ ഫസ്റ്റ് ഡെഫിനിഷൻ സിമ്പിൾ കർവ്. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. എന്താണ് സിമ്പിൾ കർവ്? എ കർവ് ദാറ്റ് ഡസ് നോട്ട് ക്രോസ് ഇറ്റ് സെൽഫ് എക്സെപ്റ്റ് പോസിബിളി അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ് ഈസ് കോൾഡ് എ സിമ്പിൾ കർവ്. അതായത് എൻഡ് പോയിൻറ്റ്സിൽ ഒഴികെ ബാക്കി എവിടെയും ക്രോസ് ചെയ്യാത്ത കർവുകളെയാണ് സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ സർക്കിൾ ഒരു സിമ്പിൾ കർവാണ്. സർക്കിൾ ക്ലോസ്ഡ് കൂടെയാണ്, അതുകൊണ്ട് സിമ്പിൾ ക്ലോസ്ഡ് എന്ന് പറയും. എ സിമ്പിൾ കർവ് ദാറ്റ് ഈസ് ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് പോയിൻറ്റ്സ് സെയിം ആയിട്ടുള്ള കർവ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സർക്കിൾ സിമ്പിൾ ക്ലോസ്ഡ് കർവിന് എക്സാമ്പിളാണ്. എലിപ്സ് സിമ്പിൾ ക്ലോസ്ഡ് കർവിന് എക്സാമ്പിളാണ്. പക്ഷേ ഈ വരച്ചിരിക്കുന്ന കർവ് നോക്കൂ, ഇതിനെ ഫിഗർ 8 എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഈ കർവ് ക്ലോസ്ഡ് ആണ്, പക്ഷേ സിമ്പിൾ അല്ല. കാരണം സിമ്പിൾ അല്ലാത്തതിൻ്റെ കാരണം ഇവിടെ ഒരു പോയിന്റിൽ ഒരു ക്രോസിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ കർവ് സിമ്പിൾ അല്ല. അടുത്ത ഡെഫിനേഷൻ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. A domain D in the complex plane is said to be simply connected if every simple closed contour C lying in D encloses only points of D. Example, disk. എന്താണ് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഡൊമൈൻ ഡിസ്ക്കാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഡിസ്ക് എന്താണെന്ന് അറിയാമല്ലോ. ഓക്കെ, സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന റീജിയനാണ് അല്ലേ. ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ റീജിയനെയാണ് ഡിസ്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന് ഡിസ്ക്രിപ്ഷൻ ഇനീക്വാളിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ Z0 ആണെങ്കിൽ മോഡ് Z - Z0 ലെസ് ദാൻ ദ റേഡിയസ്. ഇതിൻ്റെ റേഡിയസ് R എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ R. സോ ദിസ് ഇസ് നോൺ ആസ് ഓപ്പൺ ഡിസ്ക്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു R അഥവാ ഈ ബൗണ്ടറി സർക്കിളും കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിനെ ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയും. സോ ദിസ് ഇസ് ഓപ്പൺ ഡിസ്ക്. എല്ലാ ഡിസ്കുകളും ഓപ്പൺ ആണെങ്കിലും ക്ലോസ്ഡ് ആണെങ്കിലും സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എക്സാമ്പിളാണ്. എന്താണ് സിമ്പിൾ കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഡൊമൈൻ സിംപ്ലി കണക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ ആ ഡൊമൈനകത്തുള്ള ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറും ആ ഡൊമൈനിലുള്ള പോയിൻറ്റ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഡിസ്കിനകത്ത് ഞാനൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാൽ let me draw a simple. So this is a simple closed contour. ഈ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനകത്ത് ഈ ഡിസ്കിനുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഞാൻ ഒരു അനുലസ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അനുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസിന് ഇടയ്ക്കുള്ള റീജിയൻ. ഈ റീജിയനെയാണ് അനുലസ് കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത്. രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ്, സെൻറ്റർ സെയിം ആണ്, റേഡിയസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നർ റേഡിയസിന് R1 എന്നും ഔട്ടർ റേഡിയസിന് R2 എന്നും വിളിക്കാം. ഞാനൊന്ന് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കാം. നോക്കൂ, ഡിസ്ക് സെൻറ്റർ Z0 റേഡിയസ് R ആയിട്ടുള്ള ഡിസ്ക്കാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് സിംപ്ലി കണക്റ്റഡ് ആണ്. കാരണം അതിനകത്ത് ഏത് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാലും, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഈ ഡിസ്കിനകത്തുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നോക്കൂ, ഈ റീജിയൻ നോക്കൂ. ഈ റീജിയൻ എന്ന് പറയുമ്പോൾ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസിന് ഇടയ്ക്കുള്ള ഈ ഷെയ്ഡ് ചെയ്ത റീജിയനാണ്. ഓക്കെ, രണ്ട് കോൺസെൻട്രിക് സർക്കിൾസിന് ഇടയ്ക്കുള്ള ഈ ഭാഗം അനുലാർ റീജിയൻ എന്നാണ് ഇതിനെ പറയുക. അനുലസ്. ഓക്കെ, അനുലസ് എന്നാണ് ഇതിന് പറയുക. അനുലസ്. ദിസ് ഇസ് എ ഡിസ്ക്. ഓക്കെ, അനുലസിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ Z0 സെൻറ്റർ ആയിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് റേഡിയസിലെ സർക്കിൾസ് എടുക്കുക, കോൺസെൻട്രിക് സർക്കിൾസ്. അതിനിടയ്ക്കുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ Z0 നിന്ന് ഇന്നർ റേഡിയസിനേക്കാളും കൂടുതൽ ഉള്ള പോയിൻറ്റ്സ് ആയിരിക്കും അബ്സല്യൂട്ട് വാല്യൂ. അത് ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിൻറ്റ്സ് ആയിരിക്കും. പക്ഷേ ഔട്ടർ റേഡിയസിനേക്കാളും താഴെ ആയിരിക്കും ആ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ദി റെപ്രസെൻറ്റേഷൻ ഫോർ അനുലാർ റീജിയൻ. ഈ അനുലാർ റീജിയൻ പക്ഷേ നോക്കൂ, സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം എന്താണ്? ഈ അനുലാർ റീജിയൻ അകത്തുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ അനുലാർ റീജിയൻ ഇല്ലാത്ത പോയിൻറ്റ്സും വരും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു കോണ്ടൂർ എടുക്കുന്നു. ഇങ്ങനെ ഒരു കോണ്ടൂർ എടുക്കുന്നു. ഓക്കെ, ദിസ് ഇസ് എ കോണ്ടൂർ. ഈ കോണ്ടൂർ കിടക്കുന്നത് എവിടെയാണ്? ഈ അനുലാർ റീജിയൻ്റെ ഉള്ളിലാണ് ഈ കോണ്ടൂർ കിടക്കുന്നത്. പക്ഷേ ഇത് എൻക്ലോസ് ചെയ്യുന്നത് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ പോർഷനും കൂടെ പെടും. ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ നമ്മുടെ അനുലാർ റീജിയൻ്റെ ഉള്ളിലില്ല. ഓക്കെ, പക്ഷേ ഈ കർവ്, ഈ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, അത് അനുലസിലുള്ള ഒരു കോണ്ടൂറാണ്. പക്ഷേ ആ കോണ്ടൂർ എൻക്ലോസ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഏതുകൂടെ പെടുന്നുണ്ട്?
ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ പോർഷൻ അഥവാ അനുലാർ റീജിയണിൽ അനുലാർ ഡൊമൈനിൽ ഈ ഡൊമൈനിൽ പെടാത്ത പോയിൻറ്റ്സ് കൂടെ പെടുന്നുണ്ട്. So that is why we are saying that this annulus is not simply connected. Okay, but disk is simply connected. മൊത്തം കോംപ്ലക്സ് പ്ലെയിൻ സിംപ്ലി കണക്റ്റഡ് ആണ്. അനുലസ് സിംപ്ലി കണക്റ്റഡ് അല്ല. എല്ലാ ഡിസ്കുകളും സിംപ്ലി കണക്റ്റഡ് ആണ്. ഇനി നിങ്ങൾ ഏത് കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ വരയ്ക്കുക, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയാൽ മതി. ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തിട്ട് അത് എൻക്ലോസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഉൾപ്പെടുന്ന റീജിയൻ, ഈ റീജിയൻ നോക്കൂ, ഇതിനെ ഡി എന്ന് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ റീജിയൻ എന്തായിരിക്കും? ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആയിരിക്കും. കാരണം ഇതിനകത്തുള്ള ഏത് കോണ്ടൂർ നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഈ റീജിയനിലുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എൻക്ലോസ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റുകളും കോംപ്ലക്സ് പ്ലെയിനിൽ കേട്ടോ, ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത ഡൊമൈനുകളെ നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് എന്ന് പറയും. അപ്പോൾ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനെ കുറച്ചും കൂടെ ഇൻറ്റ്യൂട്ടീവായിട്ട് പറയുകയാണെങ്കിൽ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ ഉള്ളിൽ ഹോൾസ് ഉണ്ടാവില്ല. നോക്കൂ, ഇവിടെ അനുലസിനകത്ത് ഒരു ഹോൾ വന്നു. ഓക്കെ, അപ്പോൾ ഹോൾസ് ഒന്നും ഇല്ലാത്ത ഡൊമൈൻ ആയിരിക്കും കോംപ്ലക്സ് പ്ലെയിനിൽ, ഹോൾസും ഒന്നും ഇല്ലാത്ത ഡൊമൈൻ ആയിരിക്കും സിംപ്ലി കണക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്തുള്ള ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറും അതിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടാം. ഒരൊറ്റ പോയിൻ്റായിട്ട് ഇതിനെ വലിച്ച് ചുരുട്ടിയെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഐഡിയ. ഏത് രീതിയിൽ? ഈ ഡിസ്കിന് പുറത്ത് പോകാത്ത രീതിയിൽ, അഥവാ ഈ റീജിയനിന് പുറത്ത് പോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഈ റീജിയനിലുള്ള പോയിൻറ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മൊത്തം ചുരുട്ടിയെടുത്ത് ഒരു സിംഗിൾ പോയിൻറ്റിലേക്ക് ഷ്രങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് കാണാൻ പറ്റും എന്തിൻ്റെ കോൺസെപ്റ്റ്? സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ്റെ കോൺസെപ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്ത് ഹോൾസ് ഒന്നും ഉണ്ടാവില്ല. ഹോൾസ് വന്നു കഴിഞ്ഞാൽ അത് സിംപ്ലി കണക്റ്റഡ് ആവില്ല. അനുലസിന് ഒരു ഹോളുണ്ട്, അതുകൊണ്ട് അനുലസ് സിംപ്ലി കണക്റ്റഡ് അല്ല. ഓക്കെ, സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത ഡൊമൈനുകളെ പറയുന്ന പേര് മൾട്ടിപ്ലി കണക്റ്റഡ് എന്നാണ്. A domain D which is not simply connected is called a multiply connected domain. Example, annulus. R1 less than mod z minus z0 less than R2, where R1 and R2 are positive real numbers. അതായത് z0 സെൻറ്റർ ആയിട്ടുള്ള രണ്ട് കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന റീജിയൻ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഇത് അനുലസ് ആണ്. ഓക്കെ, ഈ അനുലസ് എന്തല്ല, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ അല്ല, അതുകൊണ്ട് ഇത് മൾട്ടിപ്ലി കണക്റ്റഡ് ആണ്. ഒരു ഹോൾ വന്നു, അതുകൊണ്ട് ഇതിനെ ഡബ്ലി കണക്റ്റഡ് എന്ന് പറയും. കാരണം ഇതിനെ രണ്ട് റീജിയനായിട്ട് നമുക്ക് പരിഗണിക്കാം. ഒന്ന് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഉള്ളിലുള്ള ഈ ഭാഗം, മറ്റൊന്ന് ഈ ഔട്ടർ സർക്കിളിൻ്റെ പുറത്തുള്ള ഭാഗം. ഇങ്ങനെ രണ്ടായിട്ട് ഇതിൻ്റെ കോംപ്ലിമെൻറ്റിനെ നമുക്ക് വിഭജിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് കമ്പോണൻസ് കോംപ്ലിമെൻറ്റിന് ഉള്ളതുകൊണ്ട് ഇതിനെ ഡബ്ലി കണക്റ്റഡ് എന്ന് പറയും. അപ്പോൾ കമ്പോണൻസിൻ്റെ എണ്ണം 3 വരികയാണെങ്കിൽ അതിന് ട്രിപ്ലി കണക്റ്റഡ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്പർ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം ഈ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്താണ്? ഹോളുകളൊന്നും ഇല്ലാത്ത ഡൊമൈനെ സിംപ്ലി കണക്റ്റഡ് എന്ന് വിളിക്കാം. ഹോളുകൾ ഉണ്ടെങ്കിൽ അതൊരു സിംപ്ലി കണക്റ്റഡ് അല്ല. അങ്ങനെ അത്തരം ഡൊമൈനുകളെ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് വിളിക്കാം. സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എക്സാമ്പിൾ ഡിസ്ക്. ഏത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറും കോംപ്ലക്സ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എക്സാമ്പിൾ ആയിരിക്കും. അനുലസ് സിംപ്ലി കണക്റ്റഡ് അല്ല, അത് മൾട്ടിപ്ലി കണക്റ്റഡ് ആണ്. സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത ഡൊമൈനുകളെ വിളിക്കുന്ന പേര് മൾട്ടിപ്ലി കണക്റ്റഡ്. സോ അനുലസ് ഈസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, കുറച്ച് റിമാർക്കുകൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തത് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് റിമാർക്ക്, ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എവറി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ക്യാൻ ബി ഷ്രങ്ക് ഇൻ ടു എ പോയിൻറ്റ് വിത്തൗട്ട് ലീവിങ് ഡി. ഓക്കെ, സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്തുള്ള ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനെയും ഒരു സിംഗിൾ പോയിൻറ്റിലേക്ക് ചുരുട്ടിക്കൂട്ടാൻ പറ്റും. ദാറ്റ് ഈസ് ദി ഐഡിയ. ഓക്കെ, കാരണം ആ ഡൊമൈൻ ലീവ് ചെയ്യാതെ തന്നെ, ദാറ്റ് ഈസ് ഐഡിയ. ഈ കോണ്ടൂർ നോക്കൂ, ഡിസ്കിനകത്ത് ഞാൻ എടുത്തിട്ടുള്ള ഈ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, അതിനെ ചുരുക്കി ഇങ്ങനെ കൈകൊണ്ട് ചുരുട്ടിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് മാത്രം ഉൾക്കൊള്ളുന്ന രീതിയിൽ, അതായത് ഈ ഡിസ്ക് വിട്ട് കിടക്കാത്ത രീതിയിൽ. പക്ഷേ അനുലസിനകത്തുള്ള ഈ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിന് ഞാൻ ചുരുട്ടിയെടുക്കുകയാണെങ്കിൽ അത് ഏതുകൂടെ വരും? ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരിക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അനുലസ് വിട്ടു പോകും, പുറത്തേക്ക് പോകും. പക്ഷേ ആ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ജിയോമെട്രിക്കലായിട്ടുള്ള മറ്റൊരു വശം. ഓക്കെ, സോ ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എവറി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ക്യാൻ ബി ഷ്രങ്ക് ടു എ പോയിൻറ്റ് വിത്തൗട്ട് ലീവിങ് ദ ഡൊമൈൻ ഡി. സെക്കൻഡ്, എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡസ് നോട്ട് ഹാവ് എനി ഹോൾസ് ഇൻ ഇറ്റ്. ഇതിൻ്റെ മീനിങ് ഇതാണ്, ഹോൾസ് ഒന്നും ഉണ്ടാവില്ല. ഹോൾസ് എന്നുള്ളത് നമ്മുടെ യൂഷ്വൽ സെൻസിലാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്ത് ഹോൾസ് ഒന്നും ഉണ്ടാവില്ല. ഹോൾസുള്ള ഡൊമൈനെല്ലാം മൾട്ടിപ്ലി കണക്റ്റഡ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ എനി സിമ്പിൾ ക്ലോസ്ഡ് കോൺടൂർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ ഈസ് എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. നമ്മളിവിടെ വരച്ചിട്ടുണ്ടല്ലോ, ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ വരയ്ക്കുക കോംപ്ലക്സ് പ്ലെയിനിൽ കേട്ടോ. ഇപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ഇൻറ്റീരിയർ റീജിയൻ, ദാറ്റ് വിൽ ബി ആൻ എക്സാമ്പിൾ ഫോർ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. അപ്പോൾ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ കോംപ്ലക്സ് പ്ലെയിനിൽ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഉൾഭാഗം ഉറപ്പായിട്ടും സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആയിരിക്കും. ഓക്കെ, ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ഹോൾസ് ഇടുക, ഒരു ഹോൾ ഇടുക അല്ലെങ്കിൽ രണ്ട് ഹോൾ ഇടുക. ഇഷ്ടമുള്ള അത്രയും ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ റീജിയൻ, ഈ ഹോളുകൾ ഒഴിവാക്കിയിട്ടുള്ള ഈ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്ലി കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ ട്രിപ്ലി കണക്റ്റഡ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ റീജിയൻ്റെ കോംപ്ലിമെൻറ്റ് പുറത്തുള്ളൊരു ഭാഗമുണ്ട്, പിന്നെ ഈ ഹോളിൻ്റെ ഉൾഭാഗമുണ്ട്, ഈ ഹോളിൻ്റെ ഉൾഭാഗമുണ്ട്. അപ്പോൾ 1, 2, 3. അപ്പോൾ ഇത് ട്രിപ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലി കണക്റ്റഡും അതുപോലെ സിംപ്ലി കണക്റ്റഡും ആയിട്ടുള്ള ഡൊമൈൻസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറുകൾ പരിഗണിച്ചാൽ മതി. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. ആ ഉൾഭാഗത്ത് 1, 2 ഹോൾസ് ഇടുകയാണെങ്കിൽ അത് മൾട്ടിപ്ലി കണക്റ്റഡായി മാറുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കോഷ്യസ് തിയറം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നോക്കൂ, കോഷ്യസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. കോഷി എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റീഷ്യനാണ്, ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. ലൂയി അഗസ്റ്റിൻ കോഷി എന്നാണ് മുഴുവൻ പേര്. ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായിട്ടുള്ള കോഷി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു വലിയ മാത്തമാറ്റീഷ്യനാണ്. കോഷ്യസ് തിയറം അല്ലെങ്കിൽ കോഷിയുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത ഏരിയ ചുരുക്കമാണെന്ന് തന്നെ പറയും. എനിവേ, കോഷ്യസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി and that f dash is continuous in D, then integral over C. ഇവിടെ വട്ടമിട്ടിരിക്കുന്നതിൻ്റെ മീനിങ്, ഇവിടെ സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് കോണ്ടൂർ ആണെന്ന് കാണിക്കാനാണ്. integral over the closed contour C f of z dz equal to 0. It is true for every simple closed contour C in D. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്, കോഷ്യസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ആവശ്യം അതിൻ്റെ ഹൈപ്പോത്തസിസിന് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഉണ്ട് നമുക്ക്. ആ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്ത് ഈ ഫംഗ്ഷൻ എഫ് അനലിറ്റിക് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. രണ്ട് അസംഷൻ നടത്തുന്നുണ്ട് ഇവിടെ. എഫിൻ്റെ അനലിറ്റിസിറ്റിയും എഫിൻ്റെ ഡെറിവേറ്റീവിൻ്റെ കണ്ടിന്യൂറ്റിയും നമുക്ക് ആവശ്യമുണ്ട് കോഷ്യസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡൊമൈൻ ശ്രദ്ധിക്കണം, ഡൊമൈൻ സിംപ്ലി കണക്റ്റഡ് ആണ്. ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്ത് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവുകയും അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവുകയും ചെയ്താൽ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓവർ എനി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ ഡി വിൽ ഓൾവേസ് ബി 0. ഓക്കെ, നമുക്ക് അറിയാം കോണ്ടൂർ ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് കോണ്ടൂറിനെ പാരാമെട്രൈസ് ചെയ്യണം. പാരാമെട്രൈസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ഡെഫിനറ്റ് ഇൻ്റഗ്രലാക്കി മാറ്റിയിട്ട് അല്ലേ. പക്ഷേ അനലിറ്റിസിറ്റി ഉണ്ടെങ്കിൽ, എഫിന് അനലിറ്റിസിറ്റി ഉണ്ടെങ്കിൽ, നമ്മുടെ ഡൊമൈൻ സിംപ്ലി കണക്റ്റഡും ആണെങ്കിൽ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലൂടെയാണെങ്കിൽ, നോ മോർ ഇൻ്റഗ്രേഷൻ ഈസ് റിക്വയർഡ്, ദ വാല്യൂ വിൽ ഡെഫിനറ്റ്ലി 0. അതാണ് കോഷ്യസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഷ്യസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലെ അസംഷൻസ് നല്ലപോലെ മനസ്സിലാക്കുക. നമുക്ക് സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എടുക്കുന്നു, അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവണം, അങ്ങനെയാണെങ്കിൽ ഇത് ട്രൂ ആണ് എന്ന് പറയും. ഓക്കെ, പക്ഷേ കോഷ്യസ് തിയറത്തിന് ഇത്രയും അസംഷൻസിൻ്റെ കാര്യമില്ല എന്ന് ഇതിന് ശേഷം ഗുർസാറ്റ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ കോഷ്യസ് തിയറത്തെ മോഡിഫൈ ചെയ്തു. അതായത് എഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവുക എന്നുള്ള റിക്വയർമെൻറ്റ് ആവശ്യമില്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. അനലിറ്റിസിറ്റി മാത്രം മതി. ആക്ച്വലി ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് മറ്റൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിയറാണ് അനലിറ്റിക് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവുക എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകം അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ കോഷ്യസ് തിയറത്തെ ഗുർസാറ്റ്, കോഷിക്ക് ശേഷം വന്ന ഗുർസാറ്റ് ഏകദേശം ഒരു 40-50 വർഷങ്ങൾക്ക് ശേഷം കോഷ്യസ് തിയറത്തിന് മോഡിഫിക്കേഷൻ കൊടുത്തു. ആൻഡ് ദാറ്റ് മോഡിഫൈഡ് തിയറാണ് വളരെ പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിയറം. ദാറ്റ് ഈസ് നോൺ ആസ് കോഷി-ഗുർസാറ്റ് തിയറം. ലെറ്റ് മീ സ്റ്റേറ്റ് ദ കോഷി-ഗുർസാറ്റ് തിയറം. See the beautiful statement of Cauchy-Gursa theorem. Suppose that f of z is analytic in a simply connected domain D, then
integral over c f of z dz equal to 0 for every simple closed contour c in D. നോക്കൂ ആ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ കോഷ്യസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഫിൻ്റെ അനലിറ്റിസിറ്റിയും ഒപ്പം തന്നെ എഫിൻ്റെ ഡെറിവേറ്റീവിൻ്റെ കണ്ടിന്യൂറ്റിയും അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഗുർസ തിയറത്തിൽ അസംഷൻ നോക്കൂ, ഡൊമൈൻ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആകണം. ആ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്ത് ഏത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എടുത്താലും ആ അനലിറ്റിക് ഫംഗ്ഷനെ ആ ഡൊമൈനകത്തുള്ള സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. നോക്കൂ, ഏത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് എഫ് ഓഫ് സെഡ് എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡിനെ സർക്കിളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. ഓക്കെ, എലിപ്സിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. റെക്ടാങ്കുലർ പാത്തിലൂടെ സർക്കിളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റൈസ് ടു സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണല്ലോ. കോംപ്ലക്സ് പ്ലെയിനിൻ്റെ മൊത്തം അനലിറ്റിക് ആണ്, ഇതൊരു എൻ്റയർ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു സർക്കിൾ ഞാൻ എടുക്കുക, അതാണ് എൻ്റെ കോണ്ടൂർ. ഈ സർക്കിളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു സെഡ് ഡി സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നോ മോർ ഇൻ്റഗ്രേഷൻ ഓർ substitution is required. According to Cauchy-Gursa theorem, this value will be 0 because e raised to z is analytic in the entire complex plane and c is the circle which is simple closed contour. ഓക്കെ, ഇനി സർക്കിളിന് പകരം ഞാൻ എടുക്കുന്നത് ഒരു റെക്ടാങ്കുലർ പാത്ത് എടുക്കാൻ നോക്കിയാൽ. ഓക്കെ, റെക്ടാങ്കുലർ പാത്ത് എന്താണ്? ഇത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. അപ്പോൾ ഇതിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വാല്യൂ എന്ത് തന്നെ വരും? 0 വരും. ഓക്കെ, ഇനി ഒരു എലിപ്റ്റിക്കൽ പാത്ത് എടുത്താലോ അപ്പോഴും 0 വരും. ഇനി നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ഷേപ്പ്, പക്ഷേ സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്, ഇങ്ങനെയൊക്കെ വന്നു. ഓക്കെ, ഇത് സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്. ഈ കോണ്ടൂറിലൂടെ ഈ റേസ് സെറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് തന്നെയാണ് വാല്യൂ വരിക? വാല്യൂ വിൽ ബി 0. ഓക്കെ, ഇപ്പോൾ കോഷി-ഗുർസ തിയറത്തിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു തിയറമാണ് കോഷി-ഗുർസ തിയറം. കോഷി-ഗുർസ തിയറം സേസ് ദാറ്റ് whenever f of z is analytic in a simply connected domain D, then its integral over any closed contour, simple closed contour inside D will always be 0. Okay, that is the Cauchy-Gursa theorem. ഇനി അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നല്ലപോലെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇവിടെ അപ്പോൾ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്താണ് ഇതെല്ലാം നടക്കുന്നത് അല്ലേ. ഇനി ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ കോഷി-ഗുർസ തിയറത്തെ പറയാൻ പറ്റുമോ? പറ്റും. കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഉണ്ടാക്കാം. നോക്കൂ, ദ തേർഡ് റിമാർക്ക്, ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ എനി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ ഈസ് എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. അപ്പോൾ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താൽ മതി. അപ്പോൾ ഈ കോഷി-ഗുർസ തിയറത്തെ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ടേമിൽ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. അത് നമുക്ക് നോക്കാം. See, Cauchy-Gursa theorem can also be stated in the following way. If f of z is analytic at all points within and on a simple closed contour C, then integral over C f of z dz equal to 0. അപ്പോൾ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ മാത്രം ഉപയോഗിച്ച് ഇവിടെ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുന്നില്ല. കാരണം എന്താണ്? സി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആയിരിക്കും. അപ്പോൾ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോഷി-ഗുർസ തിയറം സ്റ്റേറ്റ് ചെയ്യാം. ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് വിത്തിൻ ആൻഡ് ഓൺ സി. ഓക്കെ, സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ആ കോണ്ടൂറിലും ആ കോണ്ടൂർ എൻക്ലോസ് ചെയ്യുന്ന റീജിയനിലും, ആ കോണ്ടൂർ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആയിരിക്കും. അതിനകത്തും എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണെങ്കിൽ ഈ കോണ്ടൂറിലൂടെ, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഈ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലൂടെ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ ഒരു സർക്കിൾ എടുക്കുക. ആ സർക്കിളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? വാല്യൂ വിൽ ബി 0 പ്രൊവൈഡഡ് ആ സർക്കിൾ ഈ ഡൊമൈനിൽ എന്തായിരിക്കണം? സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം. അത് എൻക്ലോസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്ന ആ ഡൊമൈനിലെ പോയിൻറ്റ്സ് മാത്രമായിരിക്കണം അതിൻ്റെ ഉള്ളിലുണ്ടാവേണ്ടത്. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ഈ എഫ് സെഡ് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് വിത്തിൻ, കണ്ടോ, വിത്തിൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടൂറിൻ്റെ ഉൾഭാഗത്തും കോണ്ടൂറിലും, ഓക്കെ, കോണ്ടൂറിൻ്റെ ഉൾഭാഗത്തും, അതായത് കോണ്ടൂർ എൻക്ലോസ് ചെയ്യുന്ന റീജിയനിലും ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഓവർ ദാറ്റ് സി വിൽ ബി 0. ഓക്കെ, പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി dz by z square 1 by z square dz where c is the ellipse x minus 2 square plus y minus 5 whole square by 4 equal to 1.
ഈ എലിപ്സിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കർവ് എന്ന് പറയുന്നത് സി ആണ്. സി ഇസ് ദ എലിപ്സ് അല്ലേ. എലിപ്സ് ഏതാണ്? എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. ഇതാണ് എലിപ്സ്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഏതാണ്? ഏതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? 1/z സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് സിയിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഈ സിയെ പാരാമീറ്ററൈസ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കോഷീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. കോഷി-ഗുർസ തിയറം അനുസരിച്ച് വേണ്ടത് എന്താണ്? ഈ കോണ്ടൂർ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം. എലിപ്സ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. മറ്റേ രണ്ടാമത്തെ കണ്ടീഷൻ ഈ 1/z സ്ക്വയർ, അതായത് ഏത് ഫംഗ്ഷനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ കോണ്ടൂറിലും കോണ്ടൂറിൻ്റെ ഉൾഭാഗത്തും അനലിറ്റിക് ആവണം. ഈ എഫ് ഓഫ് സെഡ് ഈക്വൽ 1/z സ്ക്വയർ എന്ന് പറയുന്നത് അനലിറ്റിക് ആവാത്ത പോയിന്റ് എന്ന് പറയുന്നത് 0-ൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും അനലിറ്റിക് ആവും. സോ വിച്ച് ഈസ് അനലിറ്റിക് ഫോർ ഓൾ സെഡ് നോട്ട് ഈക്വൽ ടു 0. 0 അല്ലാത്ത എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണ്. ഫോർ ഓൾ സെഡ് നോട്ട് ഈക്വൽ ടു 0. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് അനലിറ്റിസിറ്റി ബ്രേക്ക് ആവുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ്. ഇനി കോഷീസ് തിയറം അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഫംഗ്ഷൻ ഈ സിയിലും സിയുടെ ഉൾഭാഗത്തും അനലിറ്റിക് ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണല്ലോ ഈ ഫംഗ്ഷൻ അനലിറ്റിസിറ്റി ഇല്ലാതെ വരുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റ് സിയിലുമില്ല സിയുടെ ഉൾഭാഗത്തുമില്ല എന്ന് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? എഫ് സിയിലും സിയുടെ ഉൾഭാഗത്തും അനലിറ്റിക് ആണെന്ന് പറയാം. അതുകൊണ്ട് കോഷീസ് തിയറം അനുസരിച്ച് ഇതിൻ്റെ വാല്യൂ 0 ആണെന്നും പറയാം. അപ്പോൾ 0 എന്ന് പറയുന്നത് ഈ എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് കിടക്കുന്നത്? എലിപ്സ് നമുക്കറിയാം. എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ ഒരു എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ ആ എലിപ്സിൻ്റെ ഉൾഭാഗം, അതുപോലെ എലിപ്സിൻ്റെ പുറംഭാഗം, പിന്നെ ഈ എലിപ്സ്, ഇങ്ങനെ മൂന്നായിട്ട് തിരിയുന്നുണ്ട് അല്ലേ. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിന് 3 സാധ്യതയുള്ളത്. ഒന്നുകിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് കിടക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് കിടക്കും, അല്ലെങ്കിൽ ഈ കർവിൽ തന്നെ കിടക്കും. ഓക്കെ, ഇത് എലിപ്സിൻ്റെ സെൻറ്റർ 2,5 ആണ്. അപ്പോൾ ഇവിടെ സെൻറ്റർ പോയിൻ്റ് ആണ് 2,5 എന്ന് വരുന്നത്. ഇനി ഞാനത് മുഴുവൻ വരയ്ക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. സോ എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. ഇതാണ് ഈ എലിപ്സ്. ഓക്കെ, അപ്പോൾ ഈ എലിപ്സ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. ഈ എലിപ്സ് എന്ന് പറയുന്നത് ഈ കർവാണ്. കർവ് മാത്രമേ എലിപ്സ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം? എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ബൈ 4 ലെസ് ദാൻ 1 ആണെങ്കിൽ അതാണ് അതിന് ഉൾഭാഗത്തുള്ള ഏതൊരു പോയിൻ്റ് എക്സ് വൈയും ഈ ഇനീക്വാളിറ്റിയാണ് സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ബൈ 4 ചെയ്താൽ ആ എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റ് അത് 1 ആണെങ്കിൽ, ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ എലിപ്സിൽ കിടക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ എലിപ്സിൻ്റെ ഉൾഭാഗത്തായിരിക്കും. 1നേക്കാളും ബിഗ്ഗർ ആണെങ്കിൽ എലിപ്സിൻ്റെ പുറഭാഗത്തായിരിക്കും. അപ്പോൾ ഒരു പോയിൻ്റ് ഈ എലിപ്സിൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് കമ്പ്യൂട്ട് ചെയ്യാം. ആ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ട് കമ്പയർ ചെയ്യാം. റൈറ്റ് സൈഡിനോട് ഈക്വൽ ആണെങ്കിൽ, അഥവാ 1 തന്നെയാണെങ്കിൽ എലിപ്സിലുള്ള പോയിൻ്റാണത്. 1നേക്കാളും ചെറുതാണെങ്കിൽ എലിപ്സിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ്. 1നേക്കാളും ബിഗ്ഗർ ആണെങ്കിൽ എലിപ്സിൻ്റെ പുറത്തുള്ള പോയിൻ്റാണ്. നമുക്കിവിടെ അറിയേണ്ടത് എന്താണ്? ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z സ്ക്വയർ എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് നമുക്കറിയാം അതിൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്നത് z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് കോഷീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 0 എന്ന് പറയുന്ന പോയിന്റ് ഈ എലിപ്സിലോ, തന്നിരിക്കുന്ന ഈ കർവായിട്ടുള്ള എലിപ്സിലോ എലിപ്സിൻ്റെ ഉള്ളിലോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഈ 0 എന്ന് പറയുന്ന പോയിന്റ് ഈ എലിപ്സിൻ്റെ എവിടെയാണ് വരുന്നത് നോക്കണം. ഈ എലിപ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഏത് റീജിയനിലാണ്, ഉള്ളിലാണോ പുറത്താണോ എന്ന് നമുക്ക് നോക്കണം. അതിനെന്താ വേണ്ടത്? 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റും 0, വൈ കോർഡിനേറ്റും 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? 0 മൈനസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4. വൈ മൈനസ് എന്ന് പറയുമ്പോൾ വൈ 0 വരുമ്പോൾ 5 സ്ക്വയർ ബൈ 4, 25/4. സോ 4 പ്ലസ് 25/4 എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് 1നേക്കാളും ബിഗ്ഗറായി. സോ ദാറ്റ് ലൈസ് ഔട്ട്സൈഡ് റീജിയൻ ഓഫ് ദി എലിപ്സ്. ഓക്കെ, ഈ എലിപ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഔട്ട്സൈഡ് റീജിയനിലാണ്, എക്സ്റ്റീരിയറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം? ഈ ഫംഗ്ഷൻ ഈ എലിപ്സിലും അഥവാ സിയിലും സിയുടെ ഉള്ളിലും അനലിറ്റിക് ആണ്. സോ ബൈ കോഷി-ഗുർസ തിയറം ദിസ് വാല്യൂ വിൽ ബി 0. Okay, now for z equal to 0 means x equal to 0 and y equal to 0.
ഓക്കെ, z ഈക്വൾ ടു 0 മീൻസ് x ഈക്വൾ ടു 0 ആൻഡ് y ഈക്വൾ ടു 0. അപ്പോൾ ഈ x ഈക്വൾ ടു 0 y ഈക്വൾ ടു 0 എന്നുള്ളത് നമ്മുടെ ഈ എലിപ്സിൻ്റെ എക്സ്പ്രഷനിൽ അഥവാ ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4+25/4 അഥവാ 41/4. ദിസ് ഇസ് ബിഗർ ദാൻ 1. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ഈ എലിപ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന എക്സ്റ്റീരിയർ പോർഷനിലാണ് കിടക്കുന്നത്. എക്സ്റ്റീരിയർ എലിപ്സ് വരയ്ക്കുമ്പോൾ എലിപ്സ് എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ഇൻറ്റീരിയർ എന്ന് പറയും, അതിൻ്റെ പുറത്തുള്ള റീജിയനെ എക്സ്റ്റീരിയർ റീജിയൻ എന്ന് പറയും. ഇങ്ങനെ ഏത് സിമ്പിൾ ക്ലോസ്ഡ് കൊണ്ടുവരണം നമുക്ക് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ പറയാൻ പറ്റും കേട്ടോ. അത് എൻക്ലോസ് ചെയ്യുന്ന റീജിയനാണ് ഇൻറ്റീരിയർ, അതിൻ്റെ പുറത്തുള്ളതാണ് എക്സ്റ്റീരിയർ. അപ്പോൾ z ഈക്വൾ ടു 0 ലൈസ് ഇൻ ദി എക്സ്റ്റീരിയർ ഓഫ് സി. കാരണം എന്താ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിനേക്കാളും ബിഗർ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ദി ഐഡിയ ദാറ്റ് സേസ് ദാറ്റ് ദ പോയിന്റ് ലൈസ് ഇൻ ദി എക്സ്റ്റീരിയർ റീജിയൻ ഓഫ് ദി കർവ്. ഓക്കെ, സിയുടെ പുറത്താണ്. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ പ്രശ്നമുള്ള അതായത് 1/z² അനലിറ്റിസിറ്റിക്ക് പ്രശ്നമുണ്ടാക്കുന്ന 0 എന്ന് പറയുന്ന പോയിന്റ് ഈ കർവിലില്ല, കർവിൻ്റെ ഉള്ളിലുമില്ല. ഓക്കെ, അതുകൊണ്ട് 1/z² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. ദെർഫോർ ബൈ Cauchy-Grusat theorem the integral value will be 0. Therefore f of z equal to 1/z² is analytic within and on C, and hence by Cauchy-Grusat theorem integral over C 1/z² dz equal to 0. ഓക്കെ, കണ്ടോ, നമ്മൾ കൂടുതൽ ഇവാലുവേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് Cauchy-Grusat theorem വെച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂ പറയാൻ പറ്റി. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കൂ. കമ്പ്യൂട്ട് ദ സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് ഓഫ് ദ ഫ്ലോ f of z equal to z bar over the square with vertices z equal to 0, z equal to 1, z equal to 1 plus I, z equal to I. ഇതിൻ്റെ ഈ ഫ്ലോ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും നമ്മൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും കാണുന്നത് എഫിൻ്റെ കോൺജുഗേറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ റിയൽ പാർട്ട് സർക്കുലേഷൻ ആയിരിക്കും, ഇമാജിനറി പാർട്ട് നെറ്റ് ഫ്ലക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു കമ്പ്യൂട്ട്. എന്താണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? വി ഹാവ് ടു കമ്പ്യൂട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ബാർ z dz. ഈ കോൺജുഗേറ്റ് ഫംഗ്ഷൻ്റെ ഫ്ലോ ഫംഗ്ഷൻ്റെ കോൺജുഗേറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നെറ്റ് ഫ്ലക്സും സർക്കുലേഷൻ കാണുക അല്ലേ. അതിൻ്റെ റിയൽ പാർട്ട് സർക്കുലേഷനാണ്, ഇമാജിനറി പാർട്ട് നെറ്റ് ഫ്ലക്സ് ആണ്. ഇനി എന്താണ് എഫ് ബാർ എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് z ബാർ ആണ്. അപ്പോൾ എഫ് ബാർ എന്ന് പറയുമ്പോൾ അത് z ആവും. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് നോക്കിയാൽ മതി നമുക്ക് ആൻസറിലേക്ക് എത്താൻ. ഇവിടെ എന്താണ് സി? ഹിയർ സി ഈസ് ദ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ വിത്ത് വെർട്ടീസസ് z equal to 0, z equal to 1, z equal to 1 plus I, z equal to I വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. 0യിൽ നിന്ന് 1ലേക്ക്, ഓക്കെ, പിന്നെ 1ൽ നിന്ന് 1 പ്ലസ് ഐയിലേക്ക്, ഇവിടെയാണ് 1 പ്ലസ് ഐ, 1 പ്ലസ് ഐയിൽ നിന്ന് ഐയിലേക്ക്, പിന്നെ വീണ്ടും ഐയിൽ നിന്ന് 0യിലേക്ക് നേരെ തിരിച്ചെത്തുന്നു. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ദിസ് ഇസ് അവർ സി. ഓക്കെ, ഈ സിയിലൂടെ നോക്കൂ, ഇവിടെ ഈ ഫംഗ്ഷൻ നോക്കൂ, z ഇതിനാണല്ലോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ z എന്ന് പറയുന്നത് നമുക്കറിയാം, അത് എൻറ്റയർ ഫംഗ്ഷനാണ്, അനലിറ്റിക് എവ്രിവെയർ. അതുകൊണ്ട് തന്നെ ഈ സിയിലും സിയുടെ ഉള്ളിലും അനലിറ്റിക് ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ് വരിക? ആക്ച്വലി ദാറ്റ് ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി 0 അക്കോർഡിംഗ് ടു Cauchy-Grusat theorem. സിൻസ് z is analytic, since z is analytic, f of z equal to z is analytic. ഇവിടെ എഫ് എന്ന് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ ഓക്കെ, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഈ എഫ് ഇവിടെ എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ സിംപ്ലി ലെറ്റ് മീ റൈറ്റ് എഫ് ബാർ എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ എഫ് എന്നുള്ളത് ഞാൻ z ബാർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. സിൻസ് എഫ് ബാർ ഇസെഡ്, എന്താണ് എഫ് ബാർ ഇസെഡ്? ദറ്റ് ഈസ് ഈക്വൽ ടു ഇസെഡ് ഈസ് അനലിറ്റിക്. ഓക്കെ, z ആണ് ഇവിടെ. ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി അല്ലേ, വിത്തിൻ ആൻഡ് ഓൺ സി. ഓക്കെ, സിയിലും സിയുടെ ഉള്ളിലും. ആക്ച്വലി z എന്ന് പറയുന്നത് എല്ലായിടത്തും അനലിറ്റിക് ആണ്. നമുക്ക് Cauchy-Grusat തിയറത്തിന് വേണ്ടിയിട്ട് ഈ സിയിലും അതിൻ്റെ ഉള്ളിലും അനലിറ്റിക് ആണെന്നോ നോക്കിയാൽ മതി. അത് ശരിയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി ബൈ Cauchy-Grusat theorem. We have integral over c z dz equal to 0. So by Cauchy-Grusat theorem we have integral over c z dz equal to 0. ഈ z dz എന്ന് പറയുന്നതാണ് നമ്മുടെ f bar അല്ലേ. So this means this implies that integral over c f bar z dz equal to 0.
ഇതിൻ്റെ റിയൽ പാർട്ട് ഈ ഇൻ്റഗ്രൽ വാല്യൂ ഇപ്പോൾ 0 ആണ്. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും 0 തന്നെയാണ്. സോ ദിസ് സിംപ്ലൈസ് ദാറ്റ് റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ബാർ സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആൻഡ് imaginary part is also 0. Imaginary part of integral f bar z dz also 0. That means circulation is 0 and net flux is 0. Circulation is 0 and net flux is also 0. Okay. ഇപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കോഷി-ഗുർസാ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റി. കുറച്ച് പ്രോബ്ലംസ് എക്സസൈസ് ആയിട്ട് കൊടുക്കുന്നു. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഷോ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 വെർ എഫ് ഈസ് ദ ഗിവൺ ഫംഗ്ഷൻ ആൻഡ് സി ഈസ് ദ യൂണിറ്റ് സർക്കിൾ. അപ്പോൾ ഇവിടെ കോണ്ടൂർ യൂണിറ്റ് സർക്കിളാണ് കേട്ടോ. യൂണിറ്റ് സർക്കിൾ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രൽ വാല്യൂ 0 ആണെന്നാണ് കാണിക്കേണ്ടത്. സോ സിംപ്ലി അപ്ലൈ ദ കോഷി-ഗുർസാ തിയറം. കോഷി-ഗുർസാ തിയറം അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ് എല്ലാം ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെരിഫൈ ചെയ്താൽ മതി. അതായത് ഫംഗ്ഷൻ അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ സി. ഈ മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന യൂണിറ്റ് സർക്കിളിലും അതിൻ്റെ ഉള്ളിലും ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് എല്ലാം അനലിറ്റിക് ആണെന്ന് ആർഗ്യൂ ചെയ്താൽ മതിയാകും. ആദ്യത്തെ ഫംഗ്ഷൻ പോളിനോമിയലാണ്, അതുകൊണ്ട് എല്ലായിടത്തും അനലിറ്റിക് ആണ്. സോ ഇൻ പെർട്ടിക്കുലർ മോഡ് സെഡ് ഈക്വൽ ടു 1ലും മോഡ് സെഡ് ഈക്വൽ ടു 1ൻ്റെ ഉൾഭാഗത്തും അഥവാ മോഡ് സെഡ് ലെസ് ദാൻ 1ലും അനലിറ്റിക് ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ സെഡ് സ്ക്വയർ പ്ലസ് 1/z-4. സെഡ് സ്ക്വയർ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ ഫാക്ടറിൽ സെഡ് ഈക്വൽ ടു 4 ആകുമ്പോൾ ഇതിൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവും. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് സെഡ് ഈക്വൽ ടു 4ലാണ് അനലിറ്റിസിറ്റി ബ്രേക്ക് ആവുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്ന പോയിൻ്റ് ഈ സർക്കിളിൻ്റെ ഉള്ളിലില്ല, അത് പുറത്താണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ സി. ഓക്കെ, അതുപോലെ തേർഡ് ഫംഗ്ഷൻ ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഡെനോമിനേറ്റർ 0 വരുന്ന പോയിൻ്റ് ഏതാ നോക്കുക, അവിടെയാണ് ഇതിൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്നത്. ആ പോയിൻ്റ് ഇതിൻ്റെ ഉള്ളിലില്ല അത് എന്ന് കാണിച്ചാൽ മതി, അതുകൊണ്ട് അനലിറ്റിസിറ്റി നമുക്ക് പറയാം. ഓക്കെ, സിമിലർലി ഫോർത്ത് വൺ റാഷണൽ ഫംഗ്ഷനാണ്. ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റിലാണ് അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുക. ആ പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്യുക. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ സീറോസ് കാണാൻ പറ്റും. അപ്പോൾ എവിടേക്കാണ് ഈ ഫംഗ്ഷൻ അനലിറ്റിസിറ്റി ബ്രേക്ക് ആവുന്നത് നോക്കുക. ആ പോയിന്റുകൾ ഈ സർക്കിളിലോ സർക്കിളിൻ്റെ ഉൾഭാഗത്തോ ഇല്ല എന്ന് കൺഫേം ചെയ്യുക. ദെൻ അപ്ലൈ കോഷി-ഗുർസാ തിയറം. സിമിലർലി ഫിഫ്ത്ത് വൺ ഇതേപോലെ തന്നെ ചെയ്യാം. സിക്സ്ത് വണ്ണും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സെവൻത്ത് വൺ ടാൻ സെഡ് ആണ്. ടാൻ സെഡ് ഈ സൈൻ സെഡ് ബൈ കോസ് സെഡ്. അപ്പോൾ കോസ് സെഡ് 0 വരുന്നിടത്താണ് ഈ ഫംഗ്ഷൻ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുക. ഇപ്പോൾ കോസ് സെഡ് 0 വരുന്നത് ഏതൊക്കെ പോയിന്റിലാണ്? ആ പോയിന്റുകൾ മോഡ് സെഡ് ഈക്വൽ ടു 1ലോ മോഡ് സെഡ് ഈക്വൽ ടു 1ൻ്റെ ഉൾഭാഗത്തോ അഥവാ മോഡ് സെഡ് ലെസ് ദാൻ 1ൽ ഇല്ല എന്ന് കാണിക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഡിനോമിനേറ്റർ കോസ് എച്ച് സെഡ് 0 വരുന്ന പോയിന്റുകൾ. നമ്മൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ സീറോസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, ആ പോയിൻ്റ് മോഡ് സെഡ് ഈക്വൽ ടു 1ലോ മോഡ് സെഡ് ഈക്വൽ ടു 1ൻ്റെ ഉള്ളിലോ ഇല്ല എന്ന് ആർഗ്യൂ ചെയ്താൽ മതി. Now the second part, compute the circulation around and the net flux across C, where C is the square with vertices z equal to 1, z equal to I, z equal to -1 and z equal to I for the flow function തരുന്നു. For the flow f of z equal to cos z bar. ഓക്കെ, കോൺജുഗേറ്റ് ഓഫ് കോസ് സെഡ്. കോസ് സെഡിൻ്റെ കോൺജുഗേറ്റ് ആണ് ഇവിടെ ഫ്ലോ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലേഷനും നെറ്റ് ഫ്ലക്സും കാണുന്നത് എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന ഫ്ലോ ഫംഗ്ഷൻ്റെ കോൺജുഗേറ്റിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ് സെഡ് കിട്ടും. കോസ് സെഡ് ബാർ എടുത്തു കഴിഞ്ഞാൽ കോൺജുഗേറ്റിൻ്റെ കോൺജുഗേറ്റ് അതേ ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ എഫ് ബാർ ഈസ് കോസ് സെഡ്. അപ്പോൾ കോസ് സെഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് നോക്കൂ, ഇത് സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. cos z analytic everywhere in the complex plane, so especially in this contour. Okay, ഈ കോണ്ടൂറിലും ആ കോണ്ടൂറിൻ്റെ ഉൾഭാഗത്തും അനലിറ്റിക് ആണ്. സോ അക്കോർഡിംഗ് ടു കോഷി-ഗുർസാ തിയറം വി ഹാവ് ഇൻ്റഗ്രൽ വിൽ ബി 0, ഇൻ്റഗ്രൽ എഫ് ബാർ വിൽ ബി 0. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് 0 ആണ്. സോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സർക്കുലേഷൻ ആൻഡ് നെറ്റ് ഫ്ലക്സ് ബോത്ത് ആർ 0 ഇൻ ദിസ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കിട്ടാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.